തിരുവനന്തപുരം പുലിയനാർകോട്ട സർക്കാർ വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്കൊപ്പമായിരുന്നു ഇടത് സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ ഈസ്റ്റർ ആഘോഷം. സംസാരിച്ചും പാട്ടുപാടിയും 1 മണിക്കൂറോളം സമയം ചെലവഴിച്ചാണ് സ്ഥാനാർത്ഥി മടങ്ങിയത്. തെരഞ്ഞെടുപ്പ് തിരക്കെല്ലാം മാറ്റിവെച്ചാണ് ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് പന്ന്യനെത്തിയത്. വൃദ്ധസദനത്തിലെ അന്തേവാസികൾ നിറചിരിയോടെയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. കുശലങ്ങൾ തിരക്കി പന്ന്യൻ അവരിൽ ഒരാളായി. സുരേഷ് ബാബു അഡ്വക്കേറ്റാണ്. ഇവിടെ പ്രാക്ടീസ് വഞ്ചിയൂർ പ്രാക്ടീസ് അല്ല, ഇവിടുന്ന് ഇപ്പം ഇങ്ങോട്ട് വന്നതാണ്. ക്ഷണമൊന്നുമില്ല, വന്നിട്ട് 2 വർഷമായി. വന്നിട്ട് 2 വർഷം 2 വർഷം 3 മാസമായി. ഇവിടെ വീട് എൻ്റെ ഇവിടെ ആയിരുന്നു. ഇവിടെ നിന്നൊക്കെ വിട്ട് പോയി. ഇപ്പോൾ പ്രവാചമ്പലത്താണ് താമസം. അവിടെ നിന്നൊക്കെ എന്നെ അടിച്ച് വെളിയിൽ കളഞ്ഞു. അത് ശരി. പിന്നെ ഇവിടെ വന്ന പഴയപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്. ശരി. ഞങ്ങളിപ്പം 13 വർഷം തുടക്കമാണ് ഇവിടെ. 1 വർഷം ചാക്കയിൽ, പിന്നെ 12 വർഷം ഇവിടെ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും സീനിയറാണ്. ഞങ്ങൾ 5 പേരോ 7 പേര് എങ്ങാണ്ടാണ്. പുതിയ പഴയ ആളുകൾ ഇനി അത്രേ ഉള്ളൂ. കാണാൻ കൊതിച്ച നേതാവിനെ അരികിലിരുത്തി ജഗദമ്മയുടെ പാട്ട്. ശ്രവണത്തിലും അന്തപുരത്തിലും അല്ലിപ്പൂങ്കാവിലും കണ്ടില്ല ദേവി ശ്രീദേവി, തേടി വരുന്നു ഞാൻ നിന്ദേവാലയവാതൽ, തേടി വരുന്നു ഞാൻ. വരികളെല്ലാം വളരെ അസലായിട്ടുണ്ട്. അന്തേവാസികളോട് ഒട്ടും ചോദിച്ച ഊണും കഴിച്ചാണ് പന്ന്യൻ രവീന്ദ്രൻ മടങ്ങിയത്. അവർക്ക് ആശ്രയമില്ല എന്നൊരു തോന്നലുള്ളവർക്കാണ് അവർക്ക് ഉറപ്പുള്ള ആശ്രയം വന്നിരിക്കുന്നത്. ആ ആശ്രയത്തെക്കുറിച്ച് എന്നോട് ഒന്ന് സംസാരിച്ച് സർക്കാരെ സഹായിച്ചതല്ലേ. ഞാൻ പറഞ്ഞ സർക്കാർ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്, ജനങ്ങളാണ് സർക്കാർ. സർക്കാർ എന്ന് പറഞ്ഞാൽ ഒരു അദൃശ്യ ശക്തിയല്ല. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ്, ആ ഗവൺമെൻറ് സ്ഥാപനം എന്നല്ലേ. അപ്പോൾ നമ്മുടെ സ്വന്തം സ്ഥാപനമാണ്. പന്ന്യൻ രവീന്ദ്രന്റെ തലസ്ഥാനത്തെ സുഹൃത്തുക്കളാണ് ഈസ്റ്റർ ദിനത്തിൽ കൂട്ടായ്മ ഒരുക്കിയത്. എ വി ജയശങ്കർ, 24 തിരുവനന്തപുരം.